പുതിയ ആളുകളുമായിട്ട് ഇപ്പൊ പുതിയ സംവിധായകരൊക്കെ ആയിട്ട് കൈകോർക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുമോ, ഒരു സിനിമയെ കുറിച്ച് ചിന്തിക്കുമോ, പുതിയ ആളാണല്ലോ എങ്ങനെ ഉണ്ടാവുമെന്നൊന്ന് നമ്മൾ ആലോചിക്കില്ലേ ഇത്ര എക്സ്പീരിയൻസ് വെച്ച്? തീർച്ചയായിട്ടും ആലോചിക്കുക. അതിപ്പം ഒരാൾ മനോഹരമായിട്ട് കഥ പറഞ്ഞു എന്ന് വെച്ച് നല്ല ഡയറക്ടർ ആവണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ പഴയ നല്ല നല്ല ഡയറക്ടേഴ്സ് ഉണ്ട്. പ്രിയൻ ചേട്ടൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഥ പറയാൻ അറിയാൻ വയ്യ. നല്ല പടമായിരിക്കും, നല്ല ക്യാരക്ടറായിരിക്കും. ഉം. നമ്മൾ പക്ഷേ അത് ഇതെന്തത് ഇങ്ങനെ പറഞ്ഞ ഒന്നും മനസ്സിലായില്ലല്ലോ നമുക്ക് തോന്നും. ഭദ്രേട്ടൻ വളരെ മനോഹരമായിട്ട് കഥ പറയുന്ന ആളാണ്. അത് ഓരോ കാര്യങ്ങളും അതിനകത്തുള്ള ഓരോ വസ്തുക്കളും ഡയലോഗ് പറയുന്ന രീതിയൊക്കെ പറഞ്ഞ് നമ്മൾ അന്തം വിട്ടു പോകും. പടം കണ്ട പോലെ ഇരിക്കും നമുക്ക്. ഉം, ഉം. അങ്ങനെ ചില ഡയറക്ടേഴ്സ് ഷോർട്ട് ബൈ ഷോർട്ടായിട്ട് ഇങ്ങനെ വിവരിക്കും. ഫസ്റ്റ് ഷോട്ട് ചേച്ചി ഇങ്ങനെ നടന്നു വരുന്നത് എന്നും പറഞ്ഞ് വിവരിക്കും. പക്ഷെ അതൊന്നും അല്ല ഒരു ഡയറക്ടർ നന്നായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള മാനദണ്ഡം. ആ ഒരു കൂട്ടായ്മയെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ ആ മൊത്തം കഥ ഇവർ പറഞ്ഞിട്ട് അവർ ചൂസ് ചെയ്തിരിക്കുന്ന സ്ക്രിപ്റ്റ് കാണുമ്പോൾ ഒരു വിശ്വാസം നമുക്ക് വരും. ഡയറക്ഷൻ എന്ന് പറയുന്ന പണ്ടത്തെ പോലെ കുറേ സിനിമകൾ ഇങ്ങനെ ക്ലാപ്പിൽ നിന്ന് തുടങ്ങി ഡയറക്ടർ ആവുന്ന ഒരു വളർച്ചയുടെ ഘട്ടത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്ന്. ആർട്ടിസ്റ്റിനും ഇല്ല, ചെറിയ ചെറിയ റോള്, പിന്നെ വലിയ റോൾ അങ്ങനെയും വരുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ന് നോക്കുന്നത്. അപ്പം നമ്മളും നോക്കുന്നതാണ് പ്രൊഡക്ഷൻ എങ്ങനത്തെയാണ്, മര്യാദയ്ക്ക് പടം ഇത് ലാസ്റ്റ് വരെ തീർക്കും, അങ്ങനെയൊക്കെ നോക്കും. പിന്നെ കോമ്പിനേഷൻ ആർട്ടിസ്റ്റുകളെ നമ്മൾ പരസ്പരം വിളിച്ചു ചോദിക്കും. അങ്ങനെ വിളിച്ചു ചോദിക്കും. തീർച്ചയായിട്ടും നമുക്ക് പരിചയമുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ കഥ പറയുന്നത് എങ്ങനെയുണ്ട്, സെറ്റപ്പ് എങ്ങനെയുണ്ട്, വലിയ കുഴപ്പമില്ലേ, നല്ല കുഴപ്പമില്ല ചേച്ചി, അങ്ങനെയാണ്. ചിലർക്ക് അവരെ കുറച്ച് പേഴ്സണലായിട്ട് അറിയായിരിക്കും. അങ്ങനെയൊക്കെ ഒക്കെയാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ